CBSE ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി ഓരോ ചാപ്റ്ററിലെയും 2-3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. മനുഷ്യത കവിത കാ പ്രതിപാദ്യ സംക്ഷേപ് മേ ലിഖിയേ. മനുഷ്യത എന്ന കവിതയുടെ മൊത്തത്തിലുള്ള സാരാംശം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മനുഷ്യത कविता के माध्यम से कवि मानवता, एकता, सहानुभूति, सद्भाव, उदारता और करुणा का संदेश देना चाहता है. ആൻസറാണ്. മനുഷ്യത എന്ന കവിതയിലൂടെ കവി മനുഷ്യരോട് പറയുകയാണ്, ഏകത ഐക്യം വേണം, സഹാനുഭൂതി വേണം, ദയ വേണം, സദ്ഭാവ് നല്ല പെരുമാറ്റം, ഉദാരത ഔർ കരുണ രണ്ടും ഒന്ന് തന്നെയാണ്. ഔദാര്യം, ദയ എല്ലാവർക്കും ഉണ്ടാവണം എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. വ മനുഷ്യക്കോ സ്വാർത്ഥ, ഭിന്നത, വർഗവാദ്, ജാതിവാദ്, സമ്പ്രദായവാദ് ആദി സങ്കീർണതാവോം സേ മുക്ത് കർണ ചാഹതാ ഹെ. മനുഷ്യരിലുള്ള സ്വാർത്ഥത, സെൽഫിഷ്നെസ്, ഭിന്നത, ഭിന്നിപ്പ്, അലകലകുള്ള വർഗവാദ്, ജാതിവാദ്, ജാതി വ്യത്യാസങ്ങൾ, സമ്പ്രദായം, മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ആദി സങ്കീർണതാവോം സേ എന്നീ വിഷമങ്ങളിൽ നിന്നിട്ടും എല്ലാവരെയും സ്വതന്ത്രയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. വ മനുഷ്യ കെ ഉദാരതാ കെ മനുഷ്യമേ ഉദാരതാ കെ ഭാവ് ഭർണ. മനുഷ്യരിൽ ഔദാര്യം അതായത് ദയ ഉണ്ടാവണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. और वह दुखियों और वंचितों और ज़रूरतमंदों के लिए बड़े से बड़े त्याग करने को भी तैयार हो. മനുഷ്യർ ദുഃഖിക്കുന്നവരെയും വഞ്ചിക്കപ്പെട്ടവർ അവരെയും എല്ലാവരോടും അത്യാവശ്യം എന്താണ് ജരൂരത്ത് മന്ദോം കെലിയെ ആവശ്യക്കാർക്ക് എല്ലാവിധ ബഡേസേ ബഡ ത്യാഗ് കർണയ്ക്കുബി അവരെല്ലാം സഹായിക്കാനുള്ള അവർക്കൊക്കെ എന്തും ചെയ്യുവാൻ ത്യാഗം ചെയ്യുവാൻ തയ്യാറാവണം അവർക്കൊക്കെ. കർണ ദദീജി രന്തിദേവ് ആദി കെ അതുൽ ത്യാഗ് സേ പ്രേരണാലേ. കർണനും ദദീജിയും രന്തിദേവനും ഇവരൊക്കെ ഭയങ്കരമായിട്ട് ത്യാഗങ്ങൾ ചെയ്തതാണ്. അവരിൽ നിന്നിട്ട് പ്രേരണ അവരെ പോലെ ആവണം. വഹ അപ്പനെ മന്മേ കരുണ കാ ഭാവ് ജഗായി. അവരെല്ലാം അവരുടെ മനസ്സിൽ കരുണ ദയാഭാവം ഉള്ളവരാണ്. അഭിമാൻ ലാലച്ച് അധീരത കാ ത്യാഗ് കരേ. അഭിമാനം, ഞാൻ വലിയ ആൾ എന്നുള്ള അങ്ങനെ ലാലച്ച് അത്യാഗ്രഹം, അധീരത ഇതെല്ലാം ത്യജിക്കണം. ഏക് ദൂസരേ കാ സഹയോഗ് കർക്കെ ദേവത്ത് കോ പ്രാപ്ത് കരേ. ഒരാൾ ഏക് ദൂസരേക്കാ സഹയോഗം ഒരാൾ മറ്റൊരാളെ സഹായിച്ചു കൊണ്ടിട്ട് ദേവത്വത്തെ പ്രാപ്തമാക്കാൻ കഴിയണം. ഹസ്തേ ഖേൽത്തേ ജീവൻ ജിയെ. ചിരിച്ച് കളിച്ച് ജീവിക്കണം. ആപ്പസി മേൽജോൽ ബിഡാനേക്കാ പ്രയാസ് കരേ. തമ്മിലുള്ള യോജിപ്പ് വർദ്ധിപ്പിക്കാൻ ട്രൈ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, मनुष्य मात्र बंधु है से आप क्या समझते हैं, स्पष्ट कीजिए. മനുഷ്യ മാത്ര ബന്ധു ഹേ, നിങ്ങളതിൽ നിന്നെന്താ മനസ്സിലാക്കുന്നത്? എല്ലാവരും ബന്ധുക്കൾ, റിശ്തേദാർ അവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇസ്കാ അർത്ഥ ഹേ സംസാർ കെ സഭി മനുഷ്യ ഹമാരെ ബന്ധു ഹേ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മളുടെ ബന്ധുക്കളാണ്. അപ്പനേ ഹേ സ്വന്തമാണ്. ഭ്രാതൃ ബ്രദ് അതായത് സഹോദരന്മാർ ആണ്. വിശ്വ കാ കോയി ബി പ്രാണി ഹമാരെ ലിയേ. ലോകത്തിലെ ഒരു ജീവികളും നമ്മൾക്ക് പരായ അന്യന്മാരായിട്ടും ശത്രുവായിട്ടും ഇല്ല. വിജാതീയ ശത്രുനിഹി ശത്രുക്കളായിട്ടില്ല, എല്ലാവരും ഒരേപോലെ ഒന്നാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, कवि ने ददीजी, कर्ण आदि महान व्यक्तियों का उदाहरण देकर मनुष्यता के लिए क्या संदेश दिया? ददीजी, कर्ण और महान व्यक्तियों के उदाहरण ഇവരെയൊക്കെ ഉദാഹരണം വെച്ച് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന്.
आंसर, कवि ने दधीजी, कर्ण आदि महान व्यक्तियों का उदाहरण देकर सारी मनुष्यता को त्याग और बलिदान का संदेश. കവി എന്താ പറയുന്നത്? ദധീജി, കർണ് മുതലായ മഹാവ്യക്തികളെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ട് സാരി മനുഷ്യകത കോ ത്യാഗ ഓർ എല്ലാ മനുഷ്യരും ത്യാഗം ത്യജിക്കാൻ, എന്തും ത്യജിക്കാൻ തയ്യാറാവണം. ബലിദാൻ കാ സന്ദേശ്, ബലിയർപ്പണത്തിനും തയ്യാറാവണം. दधीजी ने देवताओं की रक्षा के लिए अपनी हड्डियां तक दान में दे दी थी. ദധീജി ദേവതമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഹഡ്ഡിയാന്ന് പറഞ്ഞ എല്ലുകളാണ് ദാനമായി കൊടുത്തിരുന്നത്. കർണിനെ ब्राह्मण के मांगने पर अपना जन्मजात स्वर्ण कवच तक दान में दे दिया था. ബ്രാഹ്മണൻ ആവശ്യപ്പെട്ട പ്രകാരം തൻ്റെ കവചകുണ്ടലം, സ്വർണത്തിൻ്റെ കവചം, സ്വർണ്ണ കവച്, അതാണ് ദാനമായിട്ട് കൊടുത്തത്. ഉഷീനറിനെ എന്ത് ചെയ്തു? ഉഷീനറിനെ കബൂത്തർ കെ ബദലെ അപ്പനെ ശരീർ കാ മാംസ് ദേ ദിയ. കബൂത്തറിന് വേണ്ടി തൻ്റെ ശരീരത്തിലെ മാംസം കൊടുത്തു. രന്തിദേവിനെ ഭൂखे അതിഥിയോं के लिए अपने हिस्से का भोजन उन्हें दे दिया था. രന്തിദേവ് വിശന്നു വന്ന അതിഥിക്ക് തൻ്റെ ഭക്ഷണം അത് ദാനമായിട്ട് കൊടുത്തു. इस प्रकार ये महापुरुष हमें आत्मत्याग और मानव सेवा का पाठ पढ़ाते हैं. പ്രകാരം ഈ മഹാപുരുഷന്മാർ നമ്മളെ ആത്മത്യാഗം ചെയ്യാനെല്ലാം ത്യജിക്കാനും അവനവനില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനും മാനവസേവ, മനുഷ്യർക്ക് സേവനം ചെയ്യാനുമാണ് ഈ ആൻസറിലൂടെ, ഈ പാഠത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ.